Hello everyone, welcome back. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെയധികം ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന രണ്ട് നിയോ ബാങ്കുകളുടെ ഡെബിറ്റ് കാർഡ് അൺബോക്സിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. 𝗙 മണിയുടെയും ജുപ്പിറ്റർ മണിയുടെയും ഡെബിറ്റ് കാർഡുകളാണ് നമ്മുടെ കൈവശമുള്ളത്. എന്താണ് നിയോ ബാങ്കിംഗ് എന്നതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബയോമെട്രിക് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിയോ ബാങ്കുകൾ പ്രവർത്തിക്കുന്നത്. ഈ രണ്ട് നിയോ ബാങ്കുകളുടെയും ബാങ്കിംഗ് പാർട്ട്ണർ ഫെഡറൽ ബാങ്ക് ആണ്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടുകൾ നിങ്ങൾ തുറക്കുകയാണെങ്കിൽ ഫെഡറൽ ബാങ്കിലാണ് ഈ ഒരു അക്കൗണ്ട് തുറക്കപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിയോ ബാങ്ക് അക്കൗണ്ടുകൾ വളരെ വൈഡായിട്ട് ആളുകൾ യൂസ് ചെയ്യാനും അതുപോലെ വളരെ ട്രെൻഡിങ് ആവാനുമുള്ള പ്രധാന കാരണം ട്രഡീഷണൽ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും ഇവർക്ക് ചാർജസ് എല്ലാം വളരെ ലെസ്സാണ്. സാധാരണ ബാങ്ക് അക്കൗണ്ടുകൾ നമുക്കറിയാം ഒരുപാട് ചാർജും മറ്റ് ഫീകളൊക്കെ ഉണ്ടാവും. ഇത്തരത്തിലുള്ള നിയോ ബാങ്കുകൾക്ക് ഫിസിക്കൽ ബ്രാഞ്ച് ഒന്നും തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവർക്ക് റണ്ണിങ് കോസ്റ്റ് എല്ലാം വളരെ ലെസ്സാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എല്ലാ ബെനിഫിറ്റും ആസ് എ കസ്റ്റമർ നമുക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു നിയോ ബാങ്ക് അക്കൗണ്ടുകളിൽ നിങ്ങൾക്ക് അക്കൗണ്ട് തുറക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതൊരു എർലി ആക്സസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒട്ടുമിക്ക ആളുകൾക്കും ഇത് അവൈലബിൾ ആയി തുടങ്ങിയിട്ടില്ല. അപ്പോൾ കുറച്ച് ആളുകൾക്ക് മാത്രം ഇതിലേക്കൊരു എർലി ആക്സസ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു അക്കൗണ്ടുകൾ തുറക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനാവശ്യമായ ലിങ്ക് ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലിങ്ക് വഴി വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് പോകാതെ ഈ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തുറക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ അക്കൗണ്ട് തുറക്കുന്നതിന് ആവശ്യമായ ലിങ്ക് തൊട്ടുമുകളിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഈ ഒരു രണ്ട് ഡെബിറ്റ് കാർഡുകളൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൽ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് 𝗙 മണിയുടെ കാർഡാണ്. അപ്പോൾ ബേസിക്കലി നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഈ ഒരു അക്കൗണ്ട് ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും. പല ആളുകളും ഇത് ഉപയോഗിച്ച് തുടങ്ങിയിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വളരെ മനോഹരമായ ഒരു എന്താ പറയുക പാക്കിങ്ങിലാണ് ഇതിൻ്റെ ഡെബിറ്റ് കാർഡ് നമുക്ക് കിട്ടുന്നത്. പിന്നെ പല ആളുകൾക്കുമുള്ള സംശയം ഇത് ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ള ആളുകൾക്ക് തുറക്കാൻ പറ്റുമോ എന്നാണ്. ഫെഡറൽ ബാങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിലും ഈ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഓപ്പൺ ചെയ്യാം. നിലവിൽ ഫെഡറൽ ബാങ്ക് കസ്റ്റമേഴ്സ് ആണെങ്കിലും ഇത് തുറക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഈ ഒരു അക്കൗണ്ടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഫോറക്സ് റേറ്റ് 0 ആണ്. അതായത് നിങ്ങൾ വിദേശത്ത് എവിടെയെങ്കിലും ഈ ഒരു ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിൽ അതിന് നിങ്ങൾ പ്രത്യേകിച്ച് ഫീയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ നൽകേണ്ടതില്ല. പിന്നെ ഈ ഒരു ഡെബിറ്റ് കാർഡ് നമുക്ക് ആജീവനാന്തം സൗജന്യമായിട്ടാണ് തരുന്നത്. ഇതിന് വർഷാവർഷം നമ്മൾ ഫീ ഒന്നും കൊടുക്കേണ്ടതില്ല. അപ്പോൾ നമുക്കിതിൻ്റെ കാർഡൊന്ന് പെട്ടെന്ന് ക്വിക്കായിട്ടൊന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഈ ഒരു അക്കൗണ്ട് ഓൾറെഡി തുറന്നിട്ടുണ്ടാവും. നിങ്ങൾ ഓൾറെഡി ഇതിൻ്റെ കാർഡൊക്കെ കണ്ട ആളുകളുണ്ടാവും. അപ്പോൾ ഇത് കാണാത്ത ആളുകൾക്കായിട്ട് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് ഇത്തരത്തിലൊരു ബുക്ക്ലെറ്റ് വരും. 𝗙 എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലൊരു ബുക്ക്ലെറ്റാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബുക്ക്ലെറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ കാണാം. കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ വളരെ ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ ഈ ഒരു ബുക്ക് നമുക്കിവിടെ സൈഡിൽ വെക്കാം. ഈ ഒരു ബോക്സിലാണ് നമ്മുടെ ഡെബിറ്റ് കാർഡ് വരുന്നത്. സാധാരണ ഒരു ബാങ്കും ഇത്തരത്തിൽ വളരെ സ്റ്റൈലിഷ് ആയിട്ട് പാക്ക് ചെയ്തുകൊണ്ട് ഡെബിറ്റ് കാർഡൊന്നും തരാറില്ല. അപ്പോൾ ഈ ഒരു കാർഡിന് പിറകുവശത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫെഡറൽ ബാങ്ക് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. കാരണം ഇവരുടെ ബാങ്കിങ് പാർട്ട്നേഴ്സ് ഫെഡറൽ ബാങ്ക് ആണ്. പിന്നെ മാത്രമല്ല നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ക്യാഷ് എല്ലാം വളരെ സേഫ് ആണ്. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ നമ്മൾ സൈഡിലേക്ക് ഒന്ന് ഇതേപോലെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് കാണാനായിട്ട് സാധിക്കും. കണ്ടില്ല, വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് ഇവർ ഈ ഒരു പാക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിതാ നമ്മുടെ കാർഡ് ഇതേപോലെ പുറത്തേക്ക് എടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാർഡ് പിന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് വിസയാണ്. ഇത് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഒക്കെ നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെബിറ്റ് കാർഡ്. അപ്പോൾ ഈ ഒരു കാർഡിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഇത്തരത്തിലൊരു QR കോഡ് ഇവർ തരും. ഈ ഒരു QR കോഡ് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ഒരു കാർഡ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് തുറന്ന് ഇത്തരത്തിൽ കാർഡ് വന്നതിന് ശേഷം ഈ ഒരു 𝗙 മണിയുടെ ആപ്പ് വഴി ഈ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്ത് കഴിഞ്ഞാലാണ് ഈ ഒരു കാർഡ് ആക്ടിവേറ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ 𝗙 മണിയുടെ ഡെബിറ്റ് കാർഡ് പിന്നെ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് 𝗙 മണിയുടെ ഡെബിറ്റ് കാർഡ്. അപ്പോൾ ഇത് ഈ കാർഡ് ഉപയോഗിച്ച് വിദേശത്തെ ഇടപാടുകൾ നടത്തുകയാണെങ്കിൽ ഇതിന് ഫീ വേണ്ട. പക്ഷേ ക്യാഷ് ഒക്കെ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഫീ കൊടുക്കണം. പിന്നെ ഇതിൽ NFC എനേബിൾഡ് ആയിട്ടുള്ള കാർഡാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോൺടാക്ട്ലെസ് പേയ്മെൻറ്റുകളൊക്കെ ചെയ്യാം. വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ടെക്നോളജിയും ഈ ഒരു കാർഡിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് 𝗙 മണിയുടെ കാർഡ്. അപ്പോൾ നമുക്ക് ഈ ഒരു 𝗙 മണിയുടെ കാർഡ് ഒന്ന് സൈഡിലേക്ക് വെക്കാം. പിന്നെ ഇതൊരു 0 ബാലൻസ് അക്കൗണ്ട് ആണ്. പിന്നെ ഈ കാർഡിന് നമ്മൾ വർഷാവർഷം ഫീ ഒന്നും കൊടുക്കേണ്ടതില്ല. പിന്നെ 𝗙 മണിയുടെ ആപ്പ് വഴി നമുക്ക് ഒരുപാഡ് ഓഫേഴ്സുകളും ഡിസ്കൗണ്ടുകളും കൂപ്പണുകളും കോയിനുകളൊക്കെ കിട്ടും. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ വരും ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഇനി ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള മറ്റൊരു പിന്നെ നിയോ ബാങ്കാണ് ഇത് ജുപ്പിറ്റർ. അപ്പോൾ ഈ ഒരു ജുപ്പിറ്ററിലേക്കും ഇപ്പോൾ എർലി ആക്സസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അക്കൗണ്ട് തുറക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനാവശ്യമായ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ നിലവിൽ 𝗙 മണി അക്കൗണ്ട് തുറന്ന ആളാണെങ്കിൽ ഈ ഒരു ജുപ്പിറ്റർ മണി അക്കൗണ്ടും നിങ്ങൾക്ക് സൗജന്യമായിട്ട് തുറക്കാൻ പറ്റും. ഇത് തുറക്കാനായിട്ട് ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം എന്നില്ല. നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഇല്ലെങ്കിലും ഈ രണ്ട്
അക്കൗണ്ടുകളും നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ തുറക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഈ 2 അക്കൗണ്ടും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ജുപ്പിറ്റർ മണിയുടെ പാക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പാക്ക് വളരെ എന്താ പറയുക തിന്നായിട്ടുള്ള ഒരു കവറിലാണ് ഇവർ തന്നിട്ടുള്ളത്. 5 മണിയെ പോലെ അത്തരത്തിലുള്ള വലിയ ബോക്സ് ഒന്നുമില്ല. പിന്നെ ഈ ഒരു ജുപ്പിറ്റർ അക്കൗണ്ട് വഴി നമ്മൾ ചെയ്യുന്ന UPI ഇടപാടുകൾക്കെല്ലാം 1% ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് ഇവരുടെ പ്രധാന ഹൈലൈറ്റ്. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ എവിടെയെങ്കിലും സ്കാൻ ചെയ്തിട്ടൊക്കെ പേയ്മെൻ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1% ക്യാഷ് ബാക്ക് കിട്ടും. പിന്നെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 5% ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ്. പക്ഷേ ഇവർക്ക് ഫോറക്സ് ചാർജ് ഉണ്ട്. 3.5% ഫോറക്സ് റേറ്റ് ചാർജ് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ 5 മണിക്ക് അത്തരത്തിൽ ചാർജസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഓഫറുകളും ഡിസ്കൗണ്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഇതാ വെൽക്കം ടു ജുപ്പിറ്റർ എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ഇതാണ് ജുപ്പിറ്റർ മണിയുടെ ഡെബിറ്റ് കാർഡിൻ്റെ കിറ്റ്. ഇതിന് പിറകുവശത്തായിട്ട് നമുക്ക് നമ്മുടെ പേരും പിന്നെ അതുപോലെ അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ലൈറ്റ്സ് ക്യാമറ അൺബോക്സ് എന്ന് കാണാം. അപ്പോൾ അത് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് ഒന്ന് ഇതേപോലെ കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു പാക്ക് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇതിൽ പിന്നെ നമുക്കിങ്ങനെ ഒരു ബുക്ക്ലെറ്റാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഈ റാപ്പ് നമുക്ക് ഇങ്ങനെ എടുക്കാം. ഫൈനലി ബാങ്കിങ് ദാറ്റ് ക്യാൻ കീപ്പ് അപ്പ്. ഓക്കെ, അപ്പോൾ ഇതിൽ കാർഡ് ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കാർഡ് നമുക്കൊന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു രൂപത്തിലാണ് വരുന്നത്. നമ്മുടെ ഡെബിറ്റ് കാർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഏത് ATM വഴിയും നമുക്ക് ഇടപാടുകളൊക്കെ നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ജുപ്പിറ്റർ മണിയുടെ ഡെബിറ്റ് കാർഡാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതും NFC എനേബിൾഡ് ആയിട്ടുള്ള കാർഡാണ്. പിന്നെ നമുക്ക് ഈ ഒരു കാർഡിൻ്റെ ഡീറ്റെയിൽ പറയുന്നതിന് മുമ്പ് ഇതിൽ വേറെ എന്താണെന്ന് നോക്കാം. പിന്നെ ഇതിൽ നമുക്ക് വീണ്ടും കുറച്ച് സ്റ്റിക്കർ വർക്കുകൾ ഇതിലും അവർ തന്നിട്ടുണ്ട്. അപ്പോൾ വളരെ മനോഹരമായ കുറച്ച് സ്റ്റിക്കേഴ്സ് ഇതിൽ അവൈലബിൾ ആണ്. പിന്നെന്താണ്, പിന്നെ നമുക്കിതിൽ കുറച്ച് ബുക്ക്ലെറ്റ് ഉണ്ട്. ഇതിൽ കുറച്ച് ഇൻഫർമേഷൻസ് ആണ്. ഈ ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇതിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജുപ്പിറ്ററിൻ്റെ ഈ ഒരു കിറ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കൈവശം ഇപ്പോൾ ജുപ്പിറ്ററിൻ്റെ ഡെബിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ജുപ്പിറ്റർ മണിയുടെ കാർഡ്. പിന്നെ ഇതാണ് 5 മണിയുടെ കാർഡ്. ഈ 2 കാർഡ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാനുള്ള പ്രധാന കാരണം ഇതിൻ്റെ കാർഡ് ഡീറ്റെയിൽസ് എല്ലാം വരുന്നത് പിറകിലാണ്. കാർഡിൻ്റെ CVV നമ്പറും അതുപോലെ കാർഡിൻ്റെ 16 അക്ക നമ്പറെല്ലാം പിറകുവശത്താണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കാർഡിൻ്റെ ഡീറ്റെയിൽ ഒന്നും ആർക്കും പബ്ലിക്കായിട്ട് പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഗൈസ് ഈ 2 അക്കൗണ്ട് ഞാൻ തുറന്നിട്ടുള്ളത് ഫെഡറൽ ബാങ്കിലാണ്. രണ്ടും 0 ബാലൻസ് അക്കൗണ്ടാണ്. ഈ ഒരു അക്കൗണ്ട് തുറക്കുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ബേഡനോ മറ്റു കാര്യങ്ങളോ ചിലവോ ഒന്നും വരില്ല. പിന്നെ ഇത് ആജീവനാണ് നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്ന ATM കാർഡുകളാണ്. അപ്പോൾ ഈ ഒരു നിയോ ബാങ്കുകളുടെ പ്രധാന സവിശേഷത തന്നെയാണ് സാധാരണ ബാങ്ക് അക്കൗണ്ടുകൾ കൊടുക്കുന്നത് പോലെ ഡെബിറ്റ് കാർഡിന് ആനുവൽ ഫീയോ മറ്റു കാര്യങ്ങളൊന്നും ഇതിൽ നിങ്ങൾ പേ ചെയ്യേണ്ട. പിന്നെ ഇവരുടെ കസ്റ്റമർ കെയർ സർവീസും വളരെ ബെറ്റർ ആണ്. കാരണം നമുക്കറിയാം സാധാരണ ഒരു ബാങ്കിങ് ഇടപാടുമായി ബന്ധപ്പെട്ട് നമ്മൾ ബ്രാഞ്ചിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ സ്റ്റാഫിനായിട്ട് നമ്മൾ കുറേ വെയിറ്റ് ചെയ്യണം, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത്തരത്തിലുള്ള നിയോ ബാങ്കുകളുടെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് വളരെ ബെസ്റ്റ് ആയിട്ടുള്ള അവരുടെ കസ്റ്റമർ കെയർ സർവീസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് ഇവരെ വിളിച്ചുകൊണ്ട് നമ്മുടെ ഏത് ഇഷ്യൂവും സോൾവ് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ പരിഹാരം കാണാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു 2 നിയോ ബാങ്കുകളിലേക്ക് ഇപ്പോൾ എർലി ആക്സസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനാവശ്യമായ എർലി ആക്സസ് കിട്ടുന്ന ലിങ്ക് ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി ഈ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഫേസ്ബുക്കിലാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ അക്കൗണ്ട് തുറക്കുന്നതിന് ആവശ്യമായ ലിങ്ക് തൊട്ടുമുകളിൽ ലഭ്യമാണ്. ഈ ഒരു 5 മണി അക്കൗണ്ട് തുറക്കുന്നതിന് ആവശ്യമായ ലിങ്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് ഉണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് 5 മണി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ജുപ്പിറ്റർ മണി അക്കൗണ്ട് തുറക്കുന്നതിന് ആവശ്യമായ ലിങ്ക് ഫേസ്ബുക്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നിയോ ബാങ്കിങ് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. ബൈ.